നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ആദ്യമായി വീഡിയോ കണ്ടപ്പോൾ എനിക്ക് രണ്ടെണ്ണം പിട്ടുകൊടുക്കാനാണ് തോന്നിയിരിക്കുന്നത്. ഇതേ സെയിം വികാരമാണ് എനിക്ക് കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ സ്റ്റേഷൻ റായ്പൂരിൽ വെച്ച് കുറെ കന്യാസ്ത്രീകളെ പരസ്യമായി വിചാരണ ചെയ്ത കുറെ ദീപ്തി യാദവരോടും തോന്നിയിരിക്കുന്നത്. പിടിച്ച് രണ്ടരട്ട് കൊടുക്കണം. ടെക്സസിലെ പ്ലാനോ എന്ന് പറയുന്ന സിറ്റിയിലെ സിറ്റി കൗൺസിലിൽ ഒരു അമേരിക്കൻ കൊമേഡിയൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് അലക്സ് എന്നോ മറ്റുമാണ് പേര്. അദ്ദേഹം ഒരു മഞ്ഞ കുർത്തയും ഒരു ഷോർട്ടും പിന്നെ ഒരു സ്ലിപ്പറും ധരിച്ച്, അയാൾ കൊമേഡിയനാണ്, കളിയാക്കി പറഞ്ഞാണെന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു കുർത്തയും പിന്നെ തിലകക്കുറിയും പിന്നെ ഒരു ചെരുപ്പും ധരിച്ചു വന്ന് കൗൺസിൽ മുമ്പിലെത്തി താൻ ദൂരെയുള്ള പരിശുദ്ധ ഇന്ത്യയിലെ യുവ ഇന്ത്യ ബാലനാണ് എന്ന് കാർട്ടൂൺ ശൈലിയുള്ള ഉച്ചാരണത്തിൽ പരിചയപ്പെടുത്തി. തുടർന്ന് ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഹസിക്കുന്ന തരത്തിലെ പരാമർശം നടത്തി. അദ്ദേഹം പറയുകയാണ്, പശു ദൈവിക മാതാവാണ്, അവരുടെ മൂത്രമായ ഗോമൂത്രം ഞാൻ വിശുദ്ധമായ ഔഷധമാണ്, കുടിക്കാൻ ആഗ്രഹിക്കുന്നു, ചാണകം വിശുദ്ധ സ്വർണമാണ് എന്ന് ഹിന്ദുമതത്തിൽ വിശ്വാസം പരിശുദ്ധമായി കണ്ടിരിക്കുന്ന പശുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കളിയാക്കി ഒരു വീഡിയോ ചെയ്തു. കണ്ടപ്പോൾ എനിക്ക് ചെവിക്കുട്ടിക്ക് കൊടുക്കാനാണ് തോന്നിയിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി കൈയടിച്ചു. കുറേ ഇന്ത്യക്കാരായിട്ടുള്ള കുറേ പേര് സിറ്റി കൗൺസിലിൽ ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് സിറ്റി കൗൺസിൽ, എനിക്കൊരു സിറ്റി കൗൺസിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ കോർപ്പറേഷൻ യോഗമായിരിക്കാം ഇത്തരത്തിലുള്ള കൊമേഡിയൻ അവസരം കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ, കാരണം ഇപ്പം ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും നമുക്കറിയാം ഒരു വേറെ ദേശങ്ങളിലുണ്ട്. ഹിന്ദുക്കൾ അധിക്ഷേപിച്ചാൽ അത് തീർച്ചയായും ഒരു പരിധിവരെ ഇന്ത്യ അധിക്ഷേപിക്കുന്ന തുല്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധത, ഇന്ത്യ വിരുദ്ധത കണ്ടന്റുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി പറഞ്ഞിട്ടും അദ്ദേഹത്തെ വിലക്കിയില്ല? എന്താണ് തുടക്കമെന്ന് പറയുന്നത്? അതായത് ഭൂതത്തെ, കുപ്പിയിൽ നിന്നൊരു ഭൂതത്തെ തുറന്നു വിട്ടിരിക്കുകയാണോ? കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഈ ഭൂതം ഇന്ത്യയിലുണ്ട്, ചില പ്രദേശങ്ങളിൽ ആ ഭൂതം കറങ്ങുന്നുണ്ട്, ഇവിടെയും ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുകയാണ്. ടെക്സസ് എന്ന് പറയുന്ന സംസ്ഥാനം വളരെ പ്രസിദ്ധമാണ് ഇത്തരത്തിലുള്ള ഭൂതങ്ങൾക്ക്. കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഹനുമാൻ പ്രതിമയുമായി ബന്ധപ്പെട്ട് ഭയങ്കര വർഗീയ പരാമർശമുള്ള ഒരു വായു നടത്തിയിരിക്കുന്നത്. ഈ കുരങ്ങൻ ദൈവത്തിന് അമേരിക്കയിൽ എന്താ കാര്യം? 90 അടിയുള്ള ഈ പ്രതിമ തല്ലിപ്പൊളിച്ചു കളയണം. ആ പ്രതിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്വകാര്യ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഒരു പ്രതിമയാണ്. അവിടുത്തെ കുറെ ഹിന്ദുക്കൾ കൂട്ടം ചേർന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഭൂമിയിൽ അവർ ഡൊണേഷൻ കൊടുത്ത് അവർ ടാക്സ് മടച്ച പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രതിമയാണ്. അതിനെ ചുറ്റിപ്പറ്റി വളരെ വിവാദങ്ങൾ. അങ്ങനെ അതിന് മുമ്പ് വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് ഈ പ്രതിമ പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ടെക്സസിലെ ഈ പ്ലാനോ എന്ന് പറയുന്ന സിറ്റി, ഷുഗർലാൻഡ് സിറ്റി വളരെ ഫേമസ് ആയി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള റേസിസം. ഈ പറയുന്ന ഭൂതം എന്ന് പറയുന്നത് തുറന്നു വിട്ടിരിക്കുകയാണ്. ഭൂതം നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. ഒറ്റയ്ക്കും തെറ്റയും കണ്ടാൽ എപ്പോഴാണ് ഈ ഭൂതത്തിന് നമ്മളെ ചൊറിയാൻ തോന്നുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഭൂതം ഞാൻ പറഞ്ഞു ഇന്ത്യയിലും ഒരു പ്രദേശത്ത് തുറന്നു വിട്ടിട്ടുണ്ട്, ഇല്ലാതെ പറയാൻ സാധിക്കില്ല. ഇവിടെയും തുറന്നു വിട്ടിരിക്കുക, കരുതിയിരിക്കുക. കാരണം ഒരു പരിധിവരെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. ടെക്സസിലെ ഡാലസിനെ ഡലാസ്പുരമാക്കി മാറ്റുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, അതുകൊണ്ട് ഇവിടുത്തെ ഈ തലമുറ, അമേരിക്കയിൽ ജനിച്ച തലമുറയിൽ അവർക്ക് വിശ്വാസമൊന്നുമില്ല, പള്ളിയില്ല, അമ്പലങ്ങളില്ല, ഒന്നുമില്ലാത്ത തലമുറയാണ്. അവരെവിടേക്കോ ജീവിച്ചു പോകുന്നുണ്ട്. H1B വിസയിലുമായി വന്നിരിക്കുന്ന കുറച്ച് ആളുകൾ, ഞാൻ എല്ലാവരും കുറ്റം പറയുകയില്ല, ഒരു വിഭാഗം ആളുകൾ ഒരു തലയ്ക്ക് മതഭ്രാന്ത് തലയ്ക്ക് മൂത്ത് കുറച്ചു പേര് എന്തൊക്കെയോ കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അടങ്ങാൻ സമയമായിരിക്കുകയാണ്. കാരണം ഭൂതം വെളിയിലായിരുന്നു. ഇത്രയും കാലം ഈ ഭൂതം കുപ്പിയിലടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭൂതത്തിന് എവിടെ നിന്നൊക്കെയോ കരുത്ത് വന്നിരിക്കുകയാണ്. ആരൊക്കെയോ കരുത്ത് കൊടുത്തിരിക്കുന്നു. ആ കരുത്തിന് പുറത്ത് ഭൂതം പുറത്തു വന്നിരിക്കുകയാണ്. ഭൂതങ്ങൾ ഇളകിയിരിക്കുകയാണ്. സിറ്റി കൗൺസിൽ വരെയായി. അത് ആരെ എപ്പോൾ വേണമെങ്കിലും പിടിക്കാം. നമുക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക. അതായത് നിങ്ങൾ മറ്റുള്ളവരെയും ജീവിക്കാൻ സമ്മതിക്കുക. കാരണം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്ക് ആചാരങ്ങളും വിശ്വാസങ്ങളും വേണം, ദൈവം വേണം. അപ്പോൾ നിങ്ങൾ ആചാരങ്ങളെയൊക്കെ ഒതുക്കി നിർത്തുക. കാരണം ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുട്ടികൾ പഠിക്കാൻ വരുന്നവരുണ്ട്. അവർക്കൊന്നും ലോണും എടുത്തു വരുന്ന കുട്ടികളാണ്. എവിടെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഈ H1Bയിലൊക്കെ സമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടർക്ക് ആ സമ്പത്ത് കൈവരുമ്പോൾ പിന്നെ മനുഷ്യന് വേണ്ട കാര്യം എന്താണ്? ആളാവണം. എല്ലാവരും അങ്ങനെ നല്ല പറയുന്ന കേട്ടോ. 1% ആളുകൾ പറയുന്നത് ആളാവാൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കൊണ്ടൊരു പക്ഷേ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഇതുപോലുള്ള സ്റ്റുഡന്റ് ലോഡുമായി വരുന്ന ഏതെങ്കിലും കുട്ടിയുടെ നെഞ്ചത്തേക്കാരെയും കയറുന്നവർ, അല്ലെങ്കിൽ
എവിടെയെങ്കിലും ഓഫീസുകളിൽ പോകുമ്പോൾ അവിടെയായിരിക്കും റേസിസം. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക, അടങ്ങുക. കാരണം ഇനി കുറച്ച് കാലത്തേക്ക് ഭൂതങ്ങൾ ഇവിടെ തന്നെ കാണുമായിരിക്കും. ഇത് കണ്ടപ്പോൾ വളരെ മോശമായി. കാരണം ഇത് കംപ്ലീറ്റ്ലി ഇത് അധിക്ഷേപിക്കേണ്ട കാര്യമാണ്. ഇത് അമേരിക്ക മൊത്തം പടരുകയാണ്. ഒരു ഹിന്ദു ഫോബിയ അമേരിക്കയിൽ മുഴുവൻ ഉണ്ട് എന്ന് പലർക്കും സംശയം തോന്നുകയാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളെ ശരിക്കും പറഞ്ഞാൽ ഇത് കൂട്ടമായി ചേർന്ന് ഇതിനെ അവഗണിക്കണം. കാരണം ഒരു ഹിന്ദു ഫോബി പോലെ ഇന്ത്യക്കാരെല്ലാവരും അഴുക്ക് പിടിച്ച ആളുകളാണ്. അത്തരത്തിൽ ഇന്ത്യക്കാർ പ്രശ്നക്കാരാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ചില ആളുകളുണ്ട്, ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അമേരിക്കയിൽ ഭൂരിഭാഗം ഇന്ത്യക്കാരും ടാക്സും അടച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഇന്ത്യയിൽ നമുക്കറിയാം ഇവിടത്തെക്കാട്ടും കൂടുതൽ അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. പള്ളികൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറയാൻ സാധിക്കും. അത് വലിയ കഥയുമില്ല. പക്ഷെ കാലം മാറിയിരിക്കുന്നു. ഭൂതങ്ങൾ അവിടെയും പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് നാട്ടിൽ മനസ്സിലാക്കണം. നമ്മുടെ കന്യാസ്ത്രീകളും പാസ്റ്റർമാരും മനസ്സിലാക്കണം. ഭൂതം അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഭൂതങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. റെയിൽവേ സ്റ്റേഷനിൽ വരാം, പിന്നെ ഹോളുകളിൽ വരാം, വീടുകളിൽ വരാം. എവിടെ വേണമെങ്കിലും ഭൂതങ്ങൾക്ക് ഇറങ്ങി വരാം. ഈ ഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാൻ നേതാക്കന്മാരെ ശ്രമിക്കുന്നില്ല. കാരണം അവർക്ക് എന്തെങ്കിലും മെച്ചം കാണുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് സ്വയം ഒതുങ്ങി നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അടി കൊള്ളാതെ ജീവിക്കാം. അമേരിക്കയിലും ഒന്ന് ഒതുക്കത്തിൽ നടന്നു. കാരണം ഇതാണ് കാരണം.